ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി 9-ാം അധ്യായം വിശുദ്ധ വേദപുസ്തകത്തിലെ വ്യക്തവും വിശദവുമായ ആദ്യ ഉടമ്പടിയാണ് ഉൽപ്പത്തി 9-ൽ കാണുന്നത്. ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന്റെ അടയാളമെന്നാണ് ദൈവം ഈ അധ്യായത്തിൽ മഴവില്ലിനെ വിശേഷിപ്പിക്കുന്നത്. വാക്യം 13. ലൂക്കോസ് 22:20-ലും എബ്രായർ 12:24-ലും പറയുന്ന യേശുവിന്റെ ശ്രേഷ്ഠമേറിയ രക്തത്തിലൂടെയുള്ള രക്ഷയുടെ നിയമത്തിൽ എത്തി നിൽക്കുന്ന അനവധി ഉടമ്പടികളിലൂടെയാണ് ദൈവം തന്റെ രക്ഷാപദ്ധതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഉടമ്പടികളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി 9-ലെ ഉടമ്പടി മനസ്സിലാക്കാതെ മറ്റ് ഉടമ്പടികളെ പറ്റി പഠിക്കാൻ സാധിക്കുകയില്ല. ഉൽപ്പത്തി 9-ന്റെ 9-10 വാക്യങ്ങളിൽ ദൈവം പറയുന്നു, നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെയുള്ള പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലവുമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു. 3 കാര്യങ്ങൾ ഇവിടെ വളരെ പ്രസക്തമാണ്. 1, ഇത് ഒരു ബഹുമുഖമാനമുള്ള ഉടമ്പടിയാണ്. ഇതിൽ ദൈവവും മനുഷ്യനും മാത്രമല്ല, ഭൂമിയിലെ സകല ജീവികളും ഉൾപ്പെടുന്നു. ഉടമ്പടിയുടെ ഉപജ്ഞാതാവ് നാം അല്ല, ദൈവമാണ്. അതിന്റെ അടയാളം മഴവില്ലുമാണ്. സെക്കൻഡ് പാർട്ടി നോഹയും അവന്റെ കുടുംബവുമാണ്. മാത്രമല്ല, അവന്റെ സന്തതി പരമ്പരയും ഇതിൽ ഉടമ്പടിയുടെ സെക്കൻഡ് പാർട്ടിയാണ്. ഉൽപ്പത്തി 9-ന്റെ 8 മുതൽ 10 വരെ. ഉൽപ്പത്തി 1-ഉം 2-ഉം അധ്യായങ്ങളിൽ ഉളവായ സൃഷ്ടിയുടെ വീഴ്ചയുടെ ഫലമായിട്ടാണ് ഒരു പുതിയ ആരംഭം ആവശ്യമായി വന്നത്. ദൈവത്തിന്റെ രക്ഷാപദ്ധതി യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് അബ്രഹാമിലൂടെയല്ല, പ്രത്യുത ഉൽപ്പത്തി 9-ൽ നോഹയിലൂടെയാണ്. സൃഷ്ടാവും പരിപാലകരും ദൈവമാണെന്നും മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയും മേൽനോട്ടക്കാരനുമാണെന്നും ഈ അധ്യായം പഠിപ്പിക്കുന്നു. എവരി ലിവിംഗ് ക്രീച്ചർ, എവരി ആനിമൽ, ഓൾ ഫ്ലഷ് ഓൺ എർത്ത് മുതലായ പദപ്രയോഗങ്ങൾ ഈ അധ്യായത്തിൽ കാണാം. 13-ാം വാക്യത്തിൽ ഞാനും ലോകവും തമ്മിലുള്ള ഉടമ്പടി എന്നാണ് പറയുന്നത്. ലൂക്കോസ് 12:6-ൽ കുരികിലിനെ പറ്റി കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. അതായത് ഉൽപ്പത്തി 9-ൽ കാണുന്ന ഉടമ്പടി ദൈവവും മനുഷ്യനും മാത്രമല്ല, സകല ലോകവും ഉൾപ്പെടുന്നതാണ്. 2, രണ്ടാമതായി ഇത് പരിപാലനത്തിന്റെ ഉടമ്പടിയാണ്. ഉൽപ്പത്തി 8:22-ൽ ദൈവം പറയുന്നു, ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകയില്ല. ഇനി ഒരിക്കലും എന്ന പദപ്രയോഗം, അതായത് നെവർ എഗെയിൻ, ദൈവം പറയുന്നതായി 4 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. 8:21, 9:11, 15 വാക്യങ്ങൾ നോക്കുക. ഈ ഉടമ്പടി ഉച്ചാവസ്ഥ പ്രാപിക്കുന്നത് യേശുവിന്റെ തിരുരക്തത്തിൽ അധിഷ്ഠിതമായ പുതിയ നിയമ ഉടമ്പടിയിലാണ്. അത് ഉള്ളതിനെ നിലനിർത്തുക മാത്രമല്ല, പ്രത്യുത യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന പുതുജനനത്തിന്റെയും ദൈവീക പദ്ധതിയുടെയും ആവിഷ്കാരം കൂടെയാണ്. 3, നിത്യ ഉടമ്പടി. ഈ ഉടമ്പടി താൽക്കാലികമോ കുറച്ചു നാളുകളിലേക്ക് മാത്രം ആയ ഒരു ഉടമ്പടിയല്ല, തലമുറയോളവും സദാകാലത്തേക്കുമുള്ള ഉടമ്പടി എന്നാണ് ഉൽപ്പത്തി 9:12 പറഞ്ഞിട്ടുള്ളത്. ഉൽപ്പത്തി 9-ലെ ദൈവീക ഉടമ്പടി ഒരു മൾട്ടി ഡയമെൻഷണൽ, അതായത് ബഹുവിധ മാനങ്ങളുള്ള ഒരു ഉടമ്പടിയാണ്. മനുഷ്യനും ദൈവവും ജീവജാലങ്ങളും അതിന്റെ ഭാഗവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവരുമാണ്. ദൈവം സൃഷ്ടാവും പരിപാലകനുമാണ്. ഈ ലോകവും പരിസ്ഥിതിയും
ജീവജാലങ്ങളും എല്ലാം ദൈവത്തിൻ്റെതാണ്. സങ്കീർത്തനം 104:24. പരിസ്ഥിതിയെയും മറ്റു ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ മനുഷ്യനെ അവകാശമില്ല. പകരം അത് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ഈ പ്രപഞ്ചവും ജീവജാലങ്ങളും എല്ലാം സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അത് അവന് നയന ആനന്ദം പകരുന്നതുമാണ്. മനുഷ്യൻ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നു. ദൈവത്തിന്റെ വിശാലമായ പദ്ധതിയിൽ നമ്മോടൊപ്പം പരിസ്ഥിതിയും മറ്റു ജീവജാലങ്ങളും എല്ലാം ഉൾപ്പെടുന്നു എന്ന ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.